Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. CPM സംസ്ഥാന സമിതി അംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അരുവിക്കരയുടെ സ്ഥാനാർത്ഥി M. വിജയകുമാറാണ് ക്ലോസ് എൻകൗണ്ടറിൽ. തെരഞ്ഞെടുപ്പായിരിക്കുന്നു. വിജയസാധ്യത പൂർണ്ണമായും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്? അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത LDF തന്നെയാണ്. അത് 25 വർഷമായി G. കാർത്തികേയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണത്. 6 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണവും ബാക്കി നിൽക്കുന്നു. അതിനകത്തു നിന്നുള്ള സഹതാപ തരംഗം തുടർച്ചയായി UDF മണ്ഡലമായി G. കാർത്തികേയൻ നിലനിർത്തിയിട്ടുള്ള ഒരിടം. G. കാർത്തികേയന്റെ സ്മരണ തുടരുന്നു. ഇതൊക്കെയാണ് അവിടെയുള്ള വിഷയങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെ പ്രതീക്ഷിക്കാനാകും? ശരിയാണ്. കഴിഞ്ഞ 2011 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു റെക്കോർഡ് വിജയം തന്നെ കാർത്തികിന് കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് ജയിച്ചു അദ്ദേഹം, ചെറിയ മാർജിനില്ല. ഒരു 10,000-ലധികം വോട്ടിൻ്റെ മാർജിൻ വരുന്നത് കഴിഞ്ഞ 2011 അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ്. അതതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ അതിന് കാരണങ്ങൾ പൊളിറ്റിക്കൽ മാത്രമല്ല, അത് ആദ്യം മനസ്സിലാക്കണം. അവിടെ ഒരു ശരിയായ കണ്ടസ്റ്റ് ഒന്നും നടന്നിട്ടില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. LDF UDF കണ്ടസ്റ്റ് ഉണ്ടല്ലോ, മത്സരമുണ്ടല്ലോ, ഒരു വാശിയോട് കൂടിയ മത്സരം. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു RSP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് CPM വേണ്ടത്ര പിന്തുണച്ചില്ലെന്നാണോ? അതല്ല, CPM കഷ്ടപ്പെട്ടു. CPM ആണല്ലോ അവിടുത്തെ മേജർ ഫോഴ്സ്. മേജർ അല്ല, 99% CPM ആണ്, RSP അല്ലല്ലോ. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല. വർക്ക് ചെയ്തുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. കാൻഡിഡേച്ചർ ഘടകമാണ്. കാൻഡിഡേച്ചർ മാത്രമല്ല, കാൻഡിഡേച്ചറും ഒരു ഘടകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു G. കാർത്തികേയൻ. എന്നാൽ 2011 ശേഷം പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ വന്ന, പ്രകടമായി മാറ്റങ്ങൾ വന്ന ഒരു മണ്ഡലമാണ്. G. കാർത്തികേയനെതിരായിട്ട് അദ്ദേഹം ഇന്നിപ്പോൾ നമ്മോടില്ല. ആ ഒരു ദുഃഖമുണ്ട്. ദുഃഖം മനസ്സിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. മുമ്പൊരിക്കലും ഒരു നിയമസഭാ സാമാജികൻ, പ്രത്യേകിച്ച് നിയമസഭാ സ്പീക്കർ പ്രതിദാനം ചെയ്യുന്നൊരു മണ്ഡലത്തിൽ എല്ലാ പ്രദേശത്തും എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള അജിറ്റേഷൻസ് വന്നു. അത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നിയമസഭ മന്ദിരത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ വസതിക്ക് മുമ്പിൽ തന്നെയുള്ള പ്രക്ഷോഭങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ് പങ്കെടുക്കുന്നത്. അല്ലാതെ അവിടുത്തെ പ്രാദേശികക്കാരല്ല. പ്രാദേശികമായിട്ട് എല്ലാവരും ഉണ്ട്. അവിടുത്തെ ഈ LDF മാത്രമല്ല, അവിടുത്തെ ക്ഷേത്ര സമിതിക്കാരുണ്ട്, ഞാൻ കണ്ടതാണ്. ക്ഷേത്ര സമിതിക്കാരുണ്ട്, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരുണ്ട്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇദ്ദേഹത്തിനെതിരായിട്ട് അങ്ങനെ ഒന്നൊരു മാറ്റമുണ്ട്. ആ സന്ദർഭത്തിലാണ് 2014 പാർലമെന്റ് ഇലക്ഷൻ. 2014 പാർലമെന്റ് ഇലക്ഷൻ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ സമ്പത്തൊക്കെ ജയിച്ചിട്ടുണ്ടേ, പക്ഷെ അരുവിക്കരയിൽ ഭൂരിപക്ഷം ഇല്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു മാറ്റം. വെച്ചാൽ 4,000-ലധികം വോട്ട്, 11,000 വോട്ടിന് ജയിച്ച് 10,000-ലധികം വോട്ടിന് 4 വർഷത്തിന് മുമ്പ് ജയിച്ച സ്പീക്കറുടെ മണ്ഡലത്തിൽ, അരുവിക്കര മണ്ഡലത്തിൽ 14,000 വോട്ടാണ് മാറുന്നത്. എങ്ങനെ മാറി? ആ മാറ്റം അവിടെ നിന്നില്ല കേട്ടോ. പിന്നീട് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ 10 മടങ്ങ് ശക്തിയായിട്ടാണ് അവിടെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊക്കെ നേരിട്ട് ഫീൽ ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ഫീൽഡിൽ നിൽക്കുന്നവരായതുകൊണ്ട് കൂടി പറയുകയാണ്. അപ്പോൾ പാർലമെന്റിൽ ഉണ്ടായ ഒരു LDFന്റെ ഒരു അപ്പർ ഹാൻഡ് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇരട്ടിയിലധികമോ ആയിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുക? പ്രധാനം രാഷ്ട്രീയമാണ്. ഞാൻ സാധാരണ ഞങ്ങളുടെയൊക്കെ കമ്മിറ്റിയിൽ തന്നെ പറയുന്നുണ്ട്, 3 ഘടകങ്ങൾ ഒത്താലേ തെരഞ്ഞെടുപ്പിൽ വിജയം പരാജയം വരിക. 3 ഘടകങ്ങൾ ഒത്താൽ വിജയം, ഒത്തില്ലെങ്കിൽ പരാജയം. ഒന്ന്, തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയം. മുമ്പ് എന്തോ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയമാണ് ഏറ്റവും നിർണായകം. അത് ആർക്ക് അനുകൂലം, ആർക്ക് പ്രതികൂലം. 2, അത് അനുകൂലമോ പ്രതികൂലമോ ആയതുകൊണ്ട് റിസൾട്ട് വരണമെന്നില്ല. അത് പ്രയോജനപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പ് മിഷനറി അല്ലെങ്കിൽ സംഘടന വർക്ക് പ്രധാനമാണ്, പ്രത്യേകിച്ച് LDFനെ സംബന്ധിച്ച്. അത് 3, കാൻഡിഡേച്ചറിനും ഒരു
പണ്ടത്തെ പോലെയല്ല. ഇപ്പം മലബാറിലൊക്കെ ആണെങ്കിൽ പണ്ട് ഒരു ഉള്ള സ്ഥിതിയല്ല. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിന് ഒരു ഒരു കൗണ്ടുണ്ട്. അത് ചെറുതായിരുന്നു, പിന്നെ കൂടി 1%, 2%, 5%, 10% അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ഒത്തിണങ്ങിയാൽ നല്ല വിജയം, ഇണങ്ങിയില്ലെങ്കിലോ അതിൻ്റെ തോതിൽ മാറ്റങ്ങൾ വരും. ഇവിടെ ഈ 4 വർഷം പിന്നിടുന്ന അരുവിക്കര മണ്ഡലം അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്താ? കേരളത്തിൻ്റെ രാഷ്ട്രീയം അല്പം പോലും ഇല്ലാത്ത ഒരാളോട് ചോദിക്കുക ആർക്കനുകൂലം ആർക്ക് പ്രതികൂലം എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമേ ഇല്ലാത്ത ഒരാൾ പോലും പറയും ഈ UDF തികച്ചും പ്രതികൂലമാണ്. പ്രതികൂലമല്ല, തികച്ചും പ്രതികൂലമാണ്. LDF അനുകൂലമാണ്. അതല്ലേ പ്രധാനം. രാഷ്ട്രീയമായിട്ടല്ലേ നമ്മളിതിനെ കാണുക. അതാണ് അരുവിക്കര. ഇന്നത്തെ അരുവിക്കര എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീക്ഷയാണ്, അല്ലാതെ ഒരു ആഗ്രഹ പ്രകടനമല്ല ഞാൻ പറയുന്നത്. ആ ഒരു പ്രതീക്ഷ വസ്തുതാപരമായിട്ടുള്ള ഒരു പിൻബലത്തിലുള്ള ഒരു പ്രതീക്ഷ LDF-നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇപ്പം കഴിഞ്ഞ നെയ്യാറ്റിൻകര തോറ്റു എന്ന് പറയും, പിറവം തോറ്റു എന്ന് പറയും, അതൊക്കെ ശരിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തം ഓരോന്നാണ്. പുതിയ രാഷ്ട്രീയം വന്നിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ റഫറണ്ടമായിട്ടാണ് ഒരുപക്ഷെ വിലയിരുത്തപ്പെടുക അരുവിക്കര. ആ നിലയിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒരു MLA തെരഞ്ഞെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭയ്ക്കോ ആ മണ്ഡലത്തിനോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ളതായി തോന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ്, വലിയ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു റഫറണ്ടമായി ആർക്ക് അനുകൂലമാണ് രാഷ്ട്രീയത്തിന്റെ കാറ്റ് എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായത് വരുന്നു. മാത്രമല്ല, ഒരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അരുവിക്കരയിൽ നേതൃത്വം നൽകുന്നത് പിണറായി വിജയൻ, മറുഭാഗത്ത് സർക്കാരിന് വേണ്ടി ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും നേർക്കുനേറുള്ളവരോട്ട് ആ തരത്തിലുള്ള ഒരു ഗൗരവം ഇതിന് കാണുന്നുണ്ടോ? അഥവാ LDF തോൽക്കുകയാണെങ്കിൽ സർക്കാരിന്റെ റഫറണ്ടത്തിൽ സർക്കാർ വിജയിച്ചു എന്ന് നിങ്ങൾ വിലയിരുത്താൻ തയ്യാറാണോ? മുൻകൂട്ടിയുള്ള ഒരു വിലയിരുത്തൽ എന്റെ കാര്യത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ളതിൽ വസ്തുതകളുണ്ട്. സർക്കാരിന്റെ റഫറണ്ടം തന്നെയാണ്. സർക്കാരിന്റെ റഫറണ്ടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സർക്കാരിന്റെ നിലനിൽപ്പ് ഈ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. സർക്കാരിന്റെ മാത്രമല്ല, അവിടെ പ്രതിപക്ഷത്തിന്റെയും വിശ്വാസ്യതയെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിക്കും, ചെറിയ തോതിലല്ല. കഴിഞ്ഞ തവണ തോറ്റപ്പോൾ ബാധിച്ച പോലെയല്ല, വലിയ തോതിൽ തന്നെ ബാധിക്കും എന്നതും സംശയമില്ല. അത് തുറന്നു പറയുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും. പിണറായി വിജയൻ തന്നെ പാർട്ടി കമ്മിറ്റിയിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പിണറായി വിജയൻ അതിന് ഒരു ശരിയായ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കാണുന്നതും കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതുമൊക്കെ ആ രൂപത്തിൽ തന്നെയാണ്. ഗൗരവം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിട്ടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ ഒരു ചോദ്യം ഇന്നത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഉയർന്നു വരും. VS മണ്ഡലത്തിലുടനീളം ഉണ്ടാകുമോ? ആ ചോദ്യം മാധ്യമങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. പക്ഷേ അതിലൊന്നും ആർക്കും ഒരു ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. പിണറായി വിജയൻ സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ആ ചുമതല. അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുന്നത്, അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് മാത്രമല്ല വിലയിരുത്തുന്നത്. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS പല കാര്യങ്ങളിലും അറിയാമല്ലോ, വ്യത്യസ്തമായിട്ടുള്ള നിലപാടും കാര്യങ്ങളും ചില പ്രശ്നങ്ങളും അതൊക്കെ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ ഞാനൊന്നും കാണാതെ പറയുകയല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മളൊരു കാര്യം, ഒരു ആസ്പെക്ട് ഞാൻ പറയാം. ഈ തർക്കങ്ങളും വിഷയങ്ങളൊക്കെ എവിടെയാ? പാർട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അല്ലാതെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഈ ദുർഭരണത്തിനും അഴിമതി വാഴ്ചയ്ക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ ഇവർ ഒറ്റക്കെട്ട. VSന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾക്ക് ബോധ്യമില്ലേ? പിണറായി വിജയൻ സ്വാഭാവികമായും സംഘടനാ രംഗത്താണ് എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ മികവ് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സംഘടനാ രംഗത്ത് കരുത്തനായ സാരഥി എന്ന നിലയിലാണ്. ശരിയാണ്, ഇപ്പൊ തന്നെ പിണറായി വിജയൻ ജില്ലാ കമ്മിറ്റി ആഫീസിൽ മാത്രമല്ല വരുന്നത്, ലോക്കൽ കമ്മിറ്റി ആഫീസിൽ പോലും. പക്ഷെ ഒരു ആരവം വരണമെങ്കിൽ VS വരണം എന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? രണ്ടാണ്. സംഘടനാപരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഏറ്റവും പ്രധാനം. ആരവം ഇല്ല വേണ്ടെന്നല്ല പറയുന്നത്. സംഘടനാപരമായ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ആരവത്തിന്റെ റിസൾട്ട് പുറത്തു വരുള്ളൂ, അല്ലെങ്കിൽ ആരവം മാത്രമായിട്ട് അവസാനിക്കും. സംഘടനാപരമായ ഒരു തയ്യാറെടുപ്പ്, ശക്തമായ ഒരു അടിത്തറ ഇതിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നല്ല കാര്യമാണ്, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. VS ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അസംബ്ലി
കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ട ആളാണ്. ആ നിലയിൽ അദ്ദേഹത്തെ ഒരുക്കിയോ? അദ്ദേഹം തയ്യാറാണോ അതിനൊക്കെ? അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മുൻകൂട്ടി എങ്ങനെ പ്രവചിക്കുക? പക്ഷേ BSന്റെ പങ്കാളിത്തവും അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളും ഒക്കെ ഉണ്ട്. VSനെ കണ്ടോ? VSുമായിട്ട് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഏറ്റവും നല്ല അവിടെ നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് MV ജയകുമാർ എന്നുള്ള കാര്യത്തിൽ LDFൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ പോലും തർക്കമുണ്ടാകില്ല. അപ്പോൾ VSനും സ്വാഭാവികമായും തർക്കമുണ്ടാകേണ്ടതില്ല. ഒരാശയ കൈമാറ്റം നടന്നോ? VS എന്താണ് ചെയ്യുന്നത് ഈ രൂപത്തിൽ വച്ച്, ഈ കാഴ്ചപ്പാടിൽ വെച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ചയോ ആശയവിനിമയോ അല്ല. അല്ലാതെ തന്നെ ഞാൻ കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, അവിടുത്തെ സ്ഥിതി എന്താ, ഓരോ കാര്യവും ചോദിച്ചു. മൈന്യൂട്ട് ഡീറ്റെയിൽസ് തന്നെ അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാവും. സുലേഖയാണോ അതോ ശബരിനാഥാണോ? ആരാണ് താങ്കൾക്ക് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നത്? എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. താങ്കൾ നേരത്തെ പറഞ്ഞു 3 ഘടകങ്ങളുണ്ട്, അതിൽ മൂന്നാമത്തേത് സ്ഥാനാർത്ഥിയുടെ മികവാണ് എന്ന്. മറുപക്ഷത്തും ആ 3 ഘടകം ഉണ്ടായിരിക്കുമല്ലോ. ആ മൂന്നാമത്തെ ഘടകത്തിൽ സുലേഖയാകുന്നു ശബരിനാഥാകുന്നു. ഈ 2 ഓപ്ഷനിൽ താങ്കൾ ആരെയായിരുന്നു ആഗ്രഹിച്ചത്? ഇപ്പോൾ ഉള്ള ഈ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടല്ലോ, അത് UDFന്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ കടക്കുന്നില്ല. പക്ഷേ ഒരു സമീപനത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു നിലപാടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരാട്ടമല്ലേ, അല്ലാതെ ദേഹവിയോഗത്തിന്റെയോ അല്ലെങ്കിൽ ദുഃഖത്തിന്റെയോ അല്ലെ ഒരു വികാരത്തിന്റെയോ ഭാഗമായിട്ട് ആണോ ഇതിനെ കാണുന്നത്? UDFനോടാണ് എന്റെ ചോദ്യം. കേരളത്തിലെ UDF എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കാർത്തികേയന് അനുകൂലമായ ഒരു സഹതാപ തരംഗം ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടോ? കാരണം രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിലുണ്ട്. MV ജയകുമാർ എന്ന സ്ഥാനാർത്ഥി മോശമല്ല, പക്ഷേ അവിടെ ഒരു സഹതാപ തരംഗം ഉണ്ടായാൽ വേണമെങ്കിൽ ഈ രാഷ്ട്രീയവും MV ജയകുമാർ എന്ന സ്ഥാനാർത്ഥിത്വവും ഒക്കെ തന്നെയും പിന്നോട്ട് പോവുകയും സഹതാപ തരംഗം മുന്നിൽ വരികയും ചെയ്യാം. കാരണം ശബരിനാഥ് കാർത്തികേയന്റെ മകനാണ്. കാർത്തികേയന്റെ സ്മരണ അരുവിക്കരയിൽ നിറഞ്ഞു നിന്നാൽ താങ്കൾ ഭയക്കുന്നത്, LDF ഭയക്കുന്നത് ഒരുപക്ഷെ ആ നിലയിൽ നമുക്കൊരു തോൽവി സംഭവിച്ചേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടിന് മുൻതൂക്കമുണ്ട് എങ്കിൽ പോലും അതിനെ മറികടക്കാൻ സഹതാപ തരംഗത്തിന് കഴിഞ്ഞേക്കാം. സഹതാപ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. അത് UDFന്റെ ഒരു കണക്കൂട്ടലായിരിക്കും, അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയായിരിക്കും. അവരങ്ങനെയാണല്ലോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ധാരണയുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് തന്നെയായിരിക്കും, മുഖ്യമായിട്ടും രാഷ്ട്രീയമായിട്ട് തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങൾ. എങ്കിലും ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു, സുലേഖയോ ശബരിനാഥോ? ഇതായിരുന്നു ചോദ്യം. UDF അതിനപ്പുറത്തേക്ക്, വീടിന് പുറത്തേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഒരുങ്ങിയിട്ടേയില്ല. മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിട്ട് പോലുമില്ല. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ മകൻ എന്ന നിലയിലായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായും ചിലരെങ്കിലും പറയുന്നുണ്ട് സുലേഖയായിരുന്നു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്ന്. പക്ഷെ വന്നത് ശബരിനാഥാണ്. അതെങ്ങനെയെങ്കിലും താങ്കൾക്ക് അനുകൂലമായിട്ടുണ്ടോ? അത് രണ്ടായാലും ഒരേപോലെയല്ലേ? അതെന്താ വ്യത്യാസം? ഞാനൊരു വ്യത്യാസം കാണുന്നില്ല. കാർത്തികേയനെ നമ്മൾ ഓർക്കുക ഭാര്യയെ കണ്ടാലാണോ അതോ മകനെ കണ്ടാലാണോ എന്ന് സംബന്ധിച്ചുള്ളവർക്ക് സംശയങ്ങളാണ്. അതൊക്കെ പല സംശയങ്ങളും നമുക്കുണ്ടാകും, അത്രയേ ഉള്ളൂ. എതിർ സ്ഥാനാർത്ഥിക്ക് എത്ര കണ്ട് പരിഗണന നൽകുന്നുണ്ട് MV ജയകുമാർ എന്ന സ്ഥാനാർത്ഥി? കാരണം അവിടെ 10-25 കൊല്ലമായി UDF കൈപ്പത്തി ചിഹ്നം പ്രതിദാനം ചെയ്ത മണ്ഡലമാണ്. അവിടെ ഒരു എതിർ സ്ഥാനാർത്ഥി, മികവുള്ള സ്ഥാനാർത്ഥി വന്നാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ കാണുന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, UDFന്റെ പ്രതിനിധി എന്ന നിലയിലാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരായാലും ഈ UDFന്റെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിലാണ് കാണുന്നത്. സ്ഥാനാർത്ഥിക്ക് ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവും ഉണ്ടാവും. പക്ഷേ അത് ഒരു മുന്നണിയുടെ UDFന്റെ റെപ്രസെന്റേറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. ആ രൂപത്തിൽ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പക്ഷേ UDFന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പഴയ UDF ഇന്നില്ല. പഴയ UDF എന്ന് പറഞ്ഞാൽ ശക്തമായിരുന്നു. അവർക്ക് ചെറിയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും ശക്തമായിരുന്നു കേരളത്തിലെ UDF. ആ UDFൽ ഇപ്പോൾ ആരാ ഉള്ളത്? UDFൽ ഇപ്പോൾ അതിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ശ്രീ R ബാലകൃഷ്ണപിള്ള വിട്ടുപോയി. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ശ്രീ MV രാഘവൻ, അദ്ദേഹത്തിന്റെ പാർട്ടി അതോടൊപ്പമില്ല. ഗൗരിയമ്മ, ഏറ്റവും തലമുതിർന്ന നേതാവ്, അവരോടൊപ്പമില്ല. ഇപ്പോൾ നിൽക്കുന്ന 2 ഘടകകക്ഷികളാണ്. ഒന്ന് JDU, അതേപോലെ തന്നെ
RSP. അവർ രണ്ടുപേരും അസംതൃപ്തരാണ്. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളതായിരിക്കുമോ ക്യാമ്പയിൻ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സർക്കാരിന്റെ റെഫറൻഡം ആയിരിക്കും അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും അരുവിക്കരയിൽ തോൽക്കുകയാണെങ്കിൽ 10,000 വോട്ടിന് 2011 ജയിച്ച UDF ഇതാ 4 വർഷം പിന്നിടുമ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ എംബറാസ്മെന്റ് വരെ പറഞ്ഞു നിൽക്കാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാർ ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ സർക്കാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടും. അപ്പോൾ ഈ സർക്കാരിനെ താഴെ ഇറക്കണം, അതിനുള്ള വോട്ട് എന്ന നിലയിലായിരിക്കും M. വിജയകുമാർ തേടുക. തുടക്കത്തിൽ പറഞ്ഞത് അഴിമതി ആണല്ലോ. അഴിമതി മാത്രമല്ല, അഴിമതി ഒരു 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 ഫ്ലെയറപ്പ് ചെയ്തു, അത് ഒരു ഏറ്റവും മുൻപന്തിയിൽ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ സർക്കാരിൻ്റെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ദുർഭരണവും അതിനോടനുബന്ധിച്ച് ഈ അഴിമതി, ഈ 2 കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. ഇത് 2 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉയർത്താൻ പോകുന്നത്. അത് രാഷ്ട്രീയമായിട്ടൊന്നുമല്ല, ജനങ്ങളാകെ അത് ഉൾക്കൊണ്ടിരിക്കുകയാണ് ഈ ദുർഭരണം. കാരണം ഇത് ഏത് രൂപത്തിലെങ്കിലും അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതേപോലെ തന്നെ അഴിമതിയോ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ, നമുക്ക് മലയാളികളെന്ന് പറഞ്ഞിട്ട് കേരളം വിട്ട് പുറത്തു പോകാൻ തന്നെ പ്രയാസമാണ്, തല ഉയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അഴിമതിയെ സംബന്ധിച്ച്, മന്ത്രിമാരെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഓരോ ദിവസവും മുഖ്യമന്ത്രി അഴിമതിയുടെ പേരിൽ മന്ത്രിമാർ നുണപരിശോധനയ്ക്ക് വിധേയനാകണം. മന്ത്രിമാരുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രങ്ങളുണ്ട്. മന്ത്രിമാർ അഴിമതി നടത്തുന്നതിൽ വിദഗ്ധന്മാരല്ല, PhD കിട്ടിയ ആളുകൾ. ഒന്നും ചെയ്യാൻ കൈക്കൂലി മേടിക്കുക, ചെയ്യാതിരിക്കാൻ കൈക്കൂലി മേടിക്കുക, മന്ത്രിമാർ നേരിട്ട് മേടിക്കുക, ഇതെല്ലാം അത്യപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ അഴിമതി ഇത്രയും ഈ രൂപത്തിൽ വലിയൊരു വിഷയമായിട്ട് ഉയർന്നു വന്നത്. അഴിമതി മാത്രമല്ല, ജനവിരുദ്ധ നയങ്ങളും ഈ ദുർഭരണവും എല്ലാം വച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലാണ്. അരുവിക്കരയിലെ സാമുദായിക സന്തുലനം സ്ഥാനാർത്ഥി എന്ന നിലയിൽ പഠിച്ചു. അവിടെ നായർ വോട്ട് സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. ഈഴവ, നാടാർ, മുസ്ലിം, പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി വോട്ടർമാരെല്ലാമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് പാർക്കുന്നതാണ്. ആ സാമുദായിക സന്തുലനത്തിൽ പലപ്പോഴും അത് ബാലൻസ് ചെയ്യാൻ എല്ലാ കാലഘട്ടത്തിലും കഴിയുക UDFനാണ്. LDFന് ഈ പറയുന്ന രീതിയിൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം പറയുക, അല്പസ്വല്പം ജാതി രാഷ്ട്രീയമൊക്കെ നിങ്ങൾ കളിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ മികവ് പുലർത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ 25 കൊല്ലം, 1/4 നൂറ്റാണ്ട് കാലം ഐക്യജനാധിപത്യ മുന്നണി അവിടെ മേൽക്കൈ സ്ഥാപിച്ചിട്ടുള്ളത്. അത് പഠിച്ചോ? അതിന്റെ ഡൈനാമിസം മനസ്സിലാക്കിയോ? കുറേയൊക്കെ വസ്തുതയാണ് ഇപ്പോൾ ശ്രീ നികേഷ് പറഞ്ഞിട്ടുള്ളത്. UDF ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി, ഒരു സംവിധാനം എന്ന നിലയിൽ പരാജയപ്പെടുമ്പോഴും അവർ നിൽക്കുന്നത് ഈ ജാതിമത സാമുദായിക സന്തുലനം എന്നൊക്കെ പറയുന്നില്ലേ, അവരെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് അത് വളരെ കൂടുതലാണിപ്പോൾ. അതൊരു വസ്തുതയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാണാതിരിക്കുന്നില്ല. ഈ ജാതിമത ശക്തികളെ പ്രകടമായിട്ട് അതിനെ ആ രൂപത്തിൽ സംഘടിപ്പിക്കുന്നത് BJP ആണെങ്കിൽ പരോക്ഷമായിട്ട്, പ്രത്യക്ഷമല്ല പരോക്ഷമായിട്ട് അവരെ സംഘടിപ്പിക്കുകയും അവർക്ക് അമിതമായ ആനുകൂല്യങ്ങൾ ഓരോ വിഭാഗത്തിനും പ്രത്യേകം നൽകി അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ വിജയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ആ രൂപത്തിൽ പ്രതിഫലിക്കില്ല. അവിടെയുള്ള പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നായർ, അത് കഴിഞ്ഞ് ഈഴവ, അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ നാടാർ കൂടുതൽ, പിന്നെ മുസ്ലിം, മറ്റ് എല്ലാ വിഭാഗങ്ങളും അവിടെ വരുന്ന ഒരു മേഖല തന്നെയാണ്. അവരെയൊക്കെ ഈ രൂപത്തിൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നാടാർ വിഭാഗത്തിന്റെ കാര്യത്തിൽ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ഇപ്പം ദിവസം കണ്ടുകൊണ്ടിരിക്കുകയില്ല, നാടാർ സംഗമം സമ്മേളനങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ UDF, ഉമ്മൻചാണ്ടിയാണ്. അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷേ പിടിച്ചു നിർത്തുകയല്ല, അവർ ഭിന്നിക്കുമ്പോൾ രണ്ടു കൂട്ടരും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത്
ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ കുറവ് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടാകുമെന്ന സംഘടനാപരമായ വിലയിരുത്തൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാമെങ്കിൽ തന്നെയും ഈ നാടാർ വോട്ട് വല്ലാത്ത രീതിയിൽ ധ്രുവീകരിക്കപ്പെട്ടു UDF-ന് അനുകൂലമായി എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നമുക്ക് വേണം. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾ എത്രത്തോളം നായർ വോട്ട് സമാഹരിക്കാൻ ശ്രമിച്ചാലും നാടാർ വോട്ട് ധ്രുവീകരിക്കപ്പെടും എന്ന ആശങ്ക അത് രാഷ്ട്രീയത്തിന് അതീതമായി, കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലുള്ള രാഷ്ട്രീയം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതിനതീതമായി അവർക്ക് നാടാർ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശങ്കയോടെ നോക്കി കാണണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ധ്രുവീകരണം ഉണ്ടായി, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ രൂപത്തിലല്ല ഈ അരുവിക്കര മണ്ഡലത്തിലെ ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. സാമുദായികമായിട്ടുള്ള ശാക്തിക ബലാബലത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ട്രിവാൻഡ്രം പാർലമെന്റ് അല്ല അരുവിക്കര അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത്. അത് ചെറിയൊരു രൂപത്തിലൊക്കെ അതിനൊക്കെ സ്വാധീനം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെയുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ഇവിടെ UDF-നെ UDF ആണല്ലോ, BJP അല്ലല്ലോ അവിടെ ഒരു ത്രെട്ടായിട്ട്. പാർലമെന്റിലൊക്കെ വന്നത് BJP-യുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് ഒരു ഒഴുക്കുണ്ടായി, അങ്ങനെയൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. അതല്ല ഇവിടെ. അതിൽ നിന്ന് ആ ചിത്രമല്ല, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇത്. BJP-ക്ക് അവിടെ പ്രത്യേകിച്ച് ഇതിലൊരു റോളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF-ഉം LDF-ഉം എങ്ങനെയാണ് അതിൽ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തൽ തന്നെയാണ് നമ്മുടെ അരുവിക്കര മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അത് ഇന്നത്തെ ഈ ഭരണത്തിന്റെ, ഇന്നത്തെ ഈ ദുസ്ഥിതിയുടെ, ദുരവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അത് പ്രതിഫലിക്കാതിരിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ R ബാലകൃഷ്ണപിള്ള, PC ജോർജ്, അങ്ങനെ നിരവധി ഘടകകക്ഷികളെല്ലാം തന്നെയും ഇപ്പോൾ LDF-ന് അനുകൂലമായി പ്രവർത്തിക്കാനെങ്കിലുമുണ്ട്. അതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനതാദൾ സെക്യുലറിൽ നിന്ന് വിട്ടുപോയി ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് ആയ MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം, RSP, അതിനകത്ത് അതൃപ്തി ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് MLA ജോസഫ് ഗ്രൂപ്പ്, അവരിൽ നിന്നൊരു ഫീല് കിട്ടുന്നുണ്ടോ ഇത്തവണ? അതായത് ഈ ഗവൺമെന്റിന് ഒരു അടി കൊടുക്കണം എന്ന തോന്നൽ അവർക്കുമുണ്ടോ? പൊളിറ്റിക്കൽ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ എനിക്കറിയില്ല, പക്ഷേ അവരുടെ റാങ്ക് ആൻഡ് ഫയലിലൊക്കെ ഉണ്ടത് ഈ ഗവൺമെന്റിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ് എന്ന് പറയാത്ത ആരും തന്നെയില്ല. കോൺഗ്രസിൽ തന്നെ ഉള്ള ചിന്തയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ ആന്റണിയെ സംബന്ധിച്ചും സുധീരനെ സംബന്ധിച്ചൊക്കെ ഉള്ള കമന്റൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അത് പറഞ്ഞൊരു കോലാഹലം ഉണ്ടായിട്ട് ഒരു ദിവസം അങ്ങ് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അവസാനിക്കുമോ? അവർ തമ്മിൽ അവസാനിക്കും, അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ജനങ്ങൾ, കോൺഗ്രസ്സുകാരുൾപ്പെടെ UDF ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ അത് ശക്തമായ ഒരു വികാരം തന്നെയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. എങ്ങനെയാണ് ഒരു വിജയത്തിന്റെ ഒരു അളവ് താങ്കൾ ഇപ്പോഴേ പ്രവചിക്കാൻ കഴിയുന്ന നിലയിലുണ്ട്? അതായത് എത്ര വോട്ടിന്റെ ഒരു എക്സസ് LDF-ന് അനുകൂലമായി വരും? എത്ര വോട്ട് കൂടുതൽ കിട്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും? ഒരു വോട്ടിന്റെ കണക്കെടുപ്പെങ്കിലും ഏറ്റവും കുറച്ച് നടത്തിയിട്ടുണ്ടോ? ഇല്ല, വോട്ടിന്റെ കണക്കെടുപ്പ് ഇനി നടത്താൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ട്രെൻഡ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബൂത്ത് വൈസ് ആയിട്ട് ഒക്കെ ഞങ്ങൾ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രെൻഡ്, തെരഞ്ഞെടുപ്പിന്റെ ആളുകളുടെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുമല്ലോ, ആ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ അസസ്മെന്റ് ഉടനെ ഉണ്ടാകും. ലോക്കൽ കമ്മിറ്റികളിൽ പോലും പിണറായി വിജയൻ കയറി ഇറങ്ങുന്നുണ്ട്. പിണറായി വിജയനിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം എന്താണ്? സംഘടനയെ ചിട്ടപ്പെടുത്തുക. സംഘടനാപരമായിട്ട്, സംഘടനയുടെ കാര്യത്തിലൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള ആളാണ്. നമ്മുടെ പാർട്ടിയിൽ തന്നെ പല നേതാക്കളും ഉണ്ടെങ്കിലും ഇതുവരെയുള്ള സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏറ്റവും കൂടുതൽ സംഘടനാ പാടവം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. CPM-ലെ വിഭാഗീയത ഈ അരുവിക്കരയിലുണ്ടോ? അങ്ങനെ വിഭാഗീയതയുടെ ഫലമായി നാം കാണാറുള്ളത് ഒരുപക്ഷെ രണ്ട് ചേരികളായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ രഹസ്യമായി സഹായിക്കുന്നതോ ഒക്കെയുള്ള രീതിയാണ്. ഒരു പ്രവണതയും അരുവിക്കര തെരഞ്ഞെടുപ്പിൽ, വേറെ പണ്ടൊക്കെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് വേറെ വിഷയം. അരുവിക്കര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞാൻ പറയാം, അവിടെയുള്ള 12 ലോക്കൽ കമ്മിറ്റികളുണ്ട്, അല്ലെങ്കിൽ 153 ബൂത്ത് പാർട്ടി കമ്മിറ്റികളുണ്ടല്ലോ. ഇതെല്ലാം നേരിട്ട് അറിയുന്ന ഒരാൾ, നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, അവിടെ വിഭാഗീയത ലെവലേഷനില്ല. ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനറാകും. ക്യാമ്പയിനറാകും.
തീർച്ചയായും സജീവമായ സാന്നിധ്യം ഉണ്ടാവും VS. തീർച്ചയായിട്ടും മറ്റ് നേതാക്കളുടെയൊക്കെ റോൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഓരോ പഞ്ചായത്തും ഓരോ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് നൽകുകയാണ് പതിവ് എന്ന് തോന്നുന്നു. ഇപ്പൊ അതാ ചെയ്തിരിക്കുന്നത്. ഇനി പുറത്തുനിന്ന് വരും, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരും. പിന്നെ ഈ ബൂത്തുകളാണല്ലോ ഏറ്റവും പ്രധാനം, അതിന്റെ ചുമതലയും. ഈ അധികം ആളുകൾ, നേതാക്കൾ വന്ന് അവിടെ ഉണ്ടായി തമ്പടിച്ചിട്ട് കാര്യമില്ല. അത് എവിടെയാ ആവശ്യം, എന്താ ആവശ്യമെന്ന് നോക്കിയിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള ആളുകൾ മാത്രമേ അതിനെ നിയോഗിക്കുള്ളൂ. വല്ലാത്ത രീതിയിൽ പണമിറങ്ങും, വലിയ തോതിൽ മദ്യം ഒഴുകും. നേരത്തെയുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി പരിശോധിക്കുമ്പോൾ അവിടെ എന്തും നടക്കും എന്നുള്ള അവസ്ഥയാണ്. കാരണം ഈ ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പോയില്ലേ? ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിൽ എന്താ നടക്കാത്തത്? എന്തും നടക്കും. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വളരെ നന്ദി ശ്രീ വിജയകുമാർ. എല്ലാ ആശംസകളും. താങ്ക് യു. Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ്, വിരൽത്തുമ്പിലെ സൂര്യൻ.